ഈ ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു നല്ലൊരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഉണ്ടല്ലോ, ഇത് ഞാൻ എടുക്കുന്നതല്ല വെച്ചാൽ കുറച്ച് കഞ്ഞി ഉണ്ടാ, ഇതായിരിക്കണം കുറച്ച് കഞ്ഞി. അതിലെന്ന് വെച്ചാൽ കുറച്ച് 4 നേന്ത്രപ്പഴമുണ്ട്. പഴുത്തു പോയതാണ്, അതുകൊണ്ട് ആ പഴം തന്നെ എടുക്കുന്നില്ല. പഴത്തൊലി എടുത്താലും മതി. നിങ്ങൾക്ക് പഴുത്തു പോയിന്, അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു പഴത് പച്ചക്കറിക്ക് അരച്ച് കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ അടുത്ത്. നല്ലതാണ്, നല്ല പൂക്കാനും കായ്ക്കാനും നല്ലോണം പൂവുണ്ടാകാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പം ആക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വെച്ചാൽ ഇതിൽ ഞാനിപ്പോൾ എന്തെല്ലാം കൂട്ടുന്നത് വെച്ചാൽ, ഇതിൽ 2 മുട്ട ഇത് കണ്ടില്ലേ, ഇതും കൂടി ഇതിൽ കൂട്ടുന്നുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ഇതും കൂടി അരക്കാനാണ്, എല്ലാം കൂടി അരക്കാനാണ് പരിപാടി. ഇതിപ്പോൾ എല്ലാം കൂടി ഇതിൽ ഒരു കറ്റാർ വാഴയും കൂടി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഞാൻ ഇതിൽ എടുത്തിട്ട് അരക്കട്ടെ. പഴവും കറ്റാർ വാഴയും മുട്ടയും ചോറും ഇതെല്ലാം കൂടി ഞാൻ അരച്ചിട്ട് നമ്മൾ ഒഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക്. കണ്ടാ, ചെറുങ്ങനെ അരിഞ്ഞിടാൻ മതി, അരിഞ്ഞിട്ടാൽ വേഗം അരിഞ്ഞോളൂ. മൂന്നാകുമ്പോൾ അരക്കാൻ വിഷമമാണ്. അതുകൊണ്ട് ഇത് ഞാനിങ്ങോട്ട് അരക്കുന്നത്. ഞാൻ എല്ലാവർക്കും എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക. നല്ല വീഡിയോസ് ഞാനെല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ഇടുന്നത്, പക്ഷേ എല്ലാവരും അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് കണ്ട് എന്നോട് സപ്പോർട്ട് തരുമെന്ന് എനിക്ക് പറയാനില്ല ഇന്നിപ്പം. പിന്നെ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ടും വരാതെ എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ എനിക്ക് മടുപ്പ് വരും, എല്ലാം ചെയ്യാൻ ഒരു മടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്നെ മുന്നോട്ട് വരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇത് അരച്ചിട്ട് ഇങ്ങെടുത്തു. നിങ്ങൾക്കെന്താ വേണ്ടത് വെച്ചാൽ ഞാനിതിപ്പോൾ അരച്ചിട്ട് ഇങ്ങെടുത്തു. വേണ്ട, അരച്ചിട്ട് ഇതോ കണ്ടില്ല, ഇതിപ്പോൾ ചോറ് അരച്ചത്, ഇതിപ്പോൾ പഴവും മുട്ടി കറ്റാർ വാഴയും കൂടി അരച്ചത്. കണ്ട, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് എടുത്തു. കണ്ടില്ലേ, ഇതേപോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം നടക്കട്ടെ. ഇതിൻ്റെ അകത്ത് വീഴുന്ന വെള്ളം നടക്കും. നമുക്ക് ഇത് നല്ല വളമാണ്. ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാലോ. ഇത് നല്ലോണം പൂവും കായും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം പൂക്കട്ടെ, നല്ലപോലെ. ഈ വഴുതന, ഈ മുളക് ആദ്യമായിട്ട് ഉണ്ടാകുന്ന മുളകാണ്. ഇതിനെല്ലാം കൂടി ലേശം ഇതിനെല്ലാം കുറേശ്ശെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇത് അരച്ചിട്ട് ഉണ്ടാക്കുന്നില്ല. വേണ്ട, ഇതിപ്പം എല്ലാ കാര്യവും നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ കൊടുക്കും പോലെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അനുഭവങ്ങൾ ഇങ്ങനെ കാണും. ഇതിപ്പോൾ എന്തെല്ലാം ചേർത്തതെന്ന് വെച്ചാൽ 2 മുട്ട, 2 കറ്റാർ വാഴേൻ്റെ കൈ, പിന്നെ 2 ഇതും, പിന്നെ 4 പഴം, നേന്ത്രപ്പഴം. ചോറടക്കാൻ കെട്ടുപോയ പഴമാണ്. അത് നമുക്കൊന്നും ചെയ്യാം. അതുകൊണ്ട് ഞാനെന്ത് വിചാരിച്ചു, അത് ഇവർക്ക് കൊടുത്തേക്കാം. അങ്ങനെയാണ് ഞാനിപ്പം ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പം ഞാനിത് ആ വെള്ളം പൂട്ടിട്ട് മുളകിനും പിന്നെ വഴുതിനൊക്കും നമുക്ക് കൊടുക്കാം. മുളകിനും വഴുതിനൊക്കെ കൊടുത്താൽ അത് നല്ലപോലെ കായ് ഉണ്ടാകും. നല്ലോണം കായ് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനത്തെ തന്നെ നല്ല കായ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കായ് ഉണ്ടായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കാൻ നോക്കുന്നത്. കണ്ടില്ലേ, ഇതാ ഇത് നമുക്ക് കുറേശ്ശെ കൊടുക്കാൻ. കണ്ടോ, ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ നല്ല ഒരു വളമായിട്ട് വരും. അവർ നല്ല ഉഷാറായിട്ട് പാഞ്ഞു പോകും. അതേപോലെ ഞാൻ ലേശം ഈ കോളിഫ്ലവർ മുളപ്പിക്കാൻ വെച്ച തൈയുണ്ട്, അതിനും കൂടി കൊടുക്കുന്നില്ലേ. കണ്ടില്ലേ, മുളക് തൈക്ക് ഇത് ആദ്യമായിട്ട് പുതിയ കൃഷിയാണ് മുളക്. ഇതിനും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതല്ലോ നല്ല വളമായി, നല്ല ചില വളമാണിത്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വളം. നിങ്ങൾക്ക് വേറൊന്നും വേണ്ട, ഈ വളം മാത്രമേ വേണ്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ടും വരും. കായും പൂവും നല്ലോണം കായും ഉണ്ടാവും.
പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് പൊട്ടാസും കാൽസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തോടും എല്ലാം ഉണ്ടല്ലോ. കുട്ടി എല്ലാം കൂടി നല്ല വിറ്റാമിൻ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ശേഷം ഇഞ്ചിക്കും കൊടുക്കണം. ഞാനിപ്പോൾ അപ്പുറത്തെ അതിന് കൊടുക്കട്ടെ. ഇത് വേണ്ട, ഞാൻ ഇതിനെല്ലാം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പുറത്തേനെല്ലാം ഒഴിച്ചു. ഇനി ഇത് ഇവിടെ ലേശം കൊണ്ട് ഇതിനും കൂടി ഒഴിച്ച് കൊടുക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. കണ്ടില്ലേ? ഇഞ്ചിക്ക് ഒഴിച്ചു, ഇതിന് ഒഴിച്ചു, അതിനെല്ലാം ഒഴിച്ച് കൊടുത്തു. ഉണ്ടല്ലോ, ഇപ്പം നല്ല നല്ല ഒരു ഇതാണ്. ഇപ്പം ഇഞ്ചിക്ക് കൊടുക്കുന്നില്ല. ഇനി അപ്പുറത്തുണ്ട് കുറച്ച് കൊടുക്കാൻ, അതിന് കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാണ്. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് കാണിച്ചു തരാം. കണ്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട. കണ്ട ഇതിനും എല്ലാം ഒഴിച്ചു. കണ്ട ഇല്ലേ? ഇതേപോലെ ചീരക്ക് ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് അപ്പുറം ഇതിനൊഴിച്ച് കൊടുക്കും. ഇനിയിപ്പോൾ നമുക്ക് ആ ചീരക്ക് പോയിട്ട് ഇനിയിപ്പോൾ ഇതിന് ഒഴിച്ച് കൊടുക്കാമല്ലോ. ബീറ്റ്റൂട്ടിന് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നാൽ അതങ്ങ് വേഗം കായ് ഉണ്ടാകട്ടെ. വേഗം കായ് വരും. ബീറ്റ്റൂട്ടിനും ഇതിനും കൂടി ഒഴിച്ച് കൊടുക്കാം. ഉണ്ടല്ലോ, ആ ബീറ്റ്റൂട്ടിന് കായ് ഇടട്ടെ. ഇതിനെല്ലാം കൂടി വേഗം ഒഴിച്ച് കൊടുക്കാമല്ലോ. കണ്ട ഇവിടെ തക്കാളി ഉണ്ട്. ആ തക്കാളിക്ക് ഇനിയിപ്പോൾ ഈ ബീറ്റ്റൂട്ട് നല്ല വേഗം വണ്ണം വെക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ വേഗം എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം ബീറ്റ്റൂട്ട് കിഴങ്ങ് ആയി തുടങ്ങി, പക്ഷേ വണ്ണം വെച്ചില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നില്ല. കുറേശ്ശെ കൊടുത്താൽ മതി, നല്ലപോലെ ഉഷാറായിക്കോളും. നല്ല പഴവും ഇതല്ലേ. കണ്ടാ അത്രയുള്ളൂ. ഇന്നെല്ലാം ഒരുപാട് വേണം കേട്ടാ. നമ്മളിപ്പോൾ കൊടുക്കാൻ കണക്കാക്കിയതിനും കണ്ടല്ലോ, ഒരുപാട് വേണം. ഇപ്പോൾ എവിടെയായി ഉത്തരപ്പാട് പൈസയെല്ലാം ചെലവ് വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് കൊടുക്കുക. ഇത് എല്ലാത്തിനൊന്നും കൊടുത്തില്ല. ഇനിയിപ്പോൾ കൊടുക്കണമെങ്കിൽ ഇനി എവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് വേണം കൊടുക്കാൻ. ഉണ്ടല്ലേ, ഇതാ കിഴങ്ങ് വണ്ണം വെക്കാൻ തുടങ്ങി. നമ്മളൊക്കെ കിഴങ്ങ് ബീറ്റ്റൂട്ട് വണ്ണം വെക്കാൻ തുടങ്ങി. ഉണ്ടല്ലേ, ഇതേപോലെ നമ്മൾ ഇനിയും ചെയ്യാം.